കേരളത്തിലെ പച്ചക്കറി പഴവർഗ്ഗ കർഷകരെ നെടുനാളായി ആശങ്കയിലാക്കിയിരുന്നത് തങ്ങളുടെ വിളകളുടെ വിപണന മേഖലയായിരുന്നു. പണം പലിശയ്ക്ക് വായ്പയെടുത്തും മറ്റും വൻതോതിൽ കൃഷി ചെയ്ത് വിളവെടുക്കവേ അവ ഇടനിലക്കാരുടെ ചൂഷണത്തിൽപ്പെട്ട് വിൽക്കേണ്ടി വരുന്ന കർഷകരുടെ നിസ്സഹായ അവസ്ഥയ്ക്ക് ഒരു പരിധിയോളം പരിഹാരമുണ്ടായത് 2001 ഏപ്രിൽ 1 നിലവിൽ വന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം VFPCK-യിലൂടെയായിരുന്നു. ഇതിനു കീഴിൽ സംസ്ഥാനത്തെങ്ങും സ്വാശ്രയ കർഷക സമിതി രൂപപ്പെട്ടതോടെ അതാത് ദിനത്തിലെ കമ്പോള നിലവാരമനുസരിച്ചുള്ള വില കർഷകന് നേരിട്ട് ലഭിച്ചു തുടങ്ങി. കൂടാതെ സബ്സിഡിയോടുകൂടിയ കാർഷിക വായ്പ, വിത്തും വളവും, വിള ഇൻഷുറൻസ്, കാർഷിക കൌൺസിലിംഗ് പരിശീലന പരിപാടി തുടങ്ങിയവ VFPCK-യിൽ നിന്നും കർഷകർക്ക് ലഭ്യമായതോടെ കാർഷിക മേഖലയും കൂടുതൽ ഉത്തേജിതമായി. VFPCK കോഴിക്കോട് മേഖലയുടെ പ്രവർത്തന തലങ്ങൾ സംസ്ഥാനത്തെ കാർഷിക മാറ്റത്തിന്റെയും അതിലെ വിജയത്തിന്റെയും ഒരു പരിച്ഛേദം തന്നെയായി മാറുന്നു. കർഷകർക്കായി വിത്ത് മുതൽ വിപണനം വരെ എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി പോരുന്ന VFPCK-യുടെ കീഴിലായി ജില്ലയിൽ 6000-ലേറെ കർഷകർ അംഗങ്ങളായുണ്ട്. വിവിധ പ്രദേശങ്ങളിലെ സ്വാശ്രയ കർഷക സമിതിക്ക് കീഴിൽ 3000-ലേറെ ഏക്കർ വരുന്ന കൃഷിയിടങ്ങളിൽ കർഷകർ കൃഷി ചെയ്തു വരുന്നു. കേരളത്തിലെ പഴം പച്ചക്കറി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം VFPCK. 6000-ഓളം വാണിജ്യ പഴം പച്ചക്കറി കർഷകർ ജില്ലയിൽ അംഗങ്ങളാണ്. 350 സ്വാശ്രയ സംഘങ്ങളിലായി കർഷകരെ അണിനിരത്തി വിത്ത് മുതൽ വിപണനം വരെയുള്ള വിവിധ സേവനങ്ങൾ കൌൺസിൽ ലഭ്യമാക്കുന്നു. വായ്പാ സംവിധാനം, പരിശീലന പരിപാടികൾ, വിള ഇൻഷുറൻസ്, മാർക്കറ്റിംഗ്, അനുബന്ധ സബ്സിഡികൾ, വിത്ത് നടീൽ വസ്തുക്കളുടെ ലഭ്യമാക്കൽ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ കർഷകരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് കൌൺസിൽ നടപ്പിലാക്കുന്നത്. അതിന് ഓരോ പ്രദേശത്തും സ്വാശ്രയ സംഘങ്ങൾ കൌൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ പഴം പച്ചക്കറി മേഖലയുടെ സമഗ്ര വികസനവും സ്വയം പര്യാപ്തതയും കർഷക പങ്കാളിത്തത്തോടു കൂടി നേടുന്നതിന് കൌൺസിലിന് കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക സമൃദ്ധിയുടെ ഹരിത സൗന്ദര്യം പടർന്ന ഈ പച്ചക്കറി പാടം കോഴിക്കോട് തലക്കുളത്തൂരിലെ സ്വാശ്രയ കർഷക സമിതി അംഗമായ മമ്മദ് കുട്ടിയുടേതാണ്. കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച ഈ കർഷകൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വിവിധ ഇനം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചു വരുന്നു. ഒരു ഘട്ടത്തിൽ വിപണന മേഖലയിൽ ഇടത്തട്ടുകാരുടെ ചൂഷണം മൂലം ഒട്ടേറെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും VFPCK-യുടെ ഇന്നത്തെ സാന്നിധ്യം മമ്മദ് കുട്ടിക്ക് എന്നും സമ്മാനിക്കുന്നത് ആഹ്ലാദത്തിന്റെ ദിനങ്ങൾ തന്നെ. ഞാൻ ഒരു 30 വർഷത്തോളമായി പച്ചക്കറി കൃഷിയായിട്ട് കാര്യമായിട്ട് ഉപജീവനമാർഗം നടത്തി വരികയാണ്. പിന്നെ അതിലിപ്പോൾ കാര്യമായിട്ട് ഈ തലക്കത്തോൽ VFPCK-ന്റെ കീഴിലാണ് കൃഷി ചെയ്യുന്നത്. അത് സ്വന്തം നിലക്കുള്ള കൃഷിയാണിപ്പോൾ. പിന്നെ മഴക്കാല പച്ചക്കറി കൃഷിയും വേനൽക്കാല പച്ചക്കറി കൃഷിയും 2 സീസണിലാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ജൂൺ ജൂലൈ മാസത്തിലാണ് വിത്തിടുന്നത്. അതായത് മഴ തുടങ്ങുന്ന സമയത്താണ് വിത്തിടുന്നത്. ഇളവന്, മത്തന്, കയ്പ, ചീര, പടവലം, വെള്ളരി, കത്തിരി, വെണ്ടക്ക, അങ്ങനത്തെ വഴുതിന, അങ്ങനെ പല കൃഷിയുണ്ട്. അതിൽ ഉണ്ടാക്കുന്ന കൃഷി ഉൽപ്പന്നത്തിൽ കക്കിരിയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നല്ല നിലവാരത്തിൽ കിട്ടുന്ന സാധനം. വേനൽക്കാലത്തും മഴക്കാലത്തും മമ്മദ് കുട്ടി കൃഷി ചെയ്തു പോരുന്നു. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ചെയ്യാനായി നൽകിയ 5 ഏക്കർ സ്ഥലത്ത് വെള്ളരി, കുമ്പളം, മത്തൻ, പാവൽ, ചീര, വഴുതിന, വെണ്ട, കത്തിരിക്ക തുടങ്ങി എല്ലാവിധ പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്യുന്നു. പൂർണ്ണമായും ജൈവ കൃഷിരീതി അവലംബിച്ചു പോരുന്ന ഈ കർഷകൻ വളമായി ചാണകപ്പൊടി, കോഴിക്കാരം, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവയും കീടരോഗ പ്രതിരോധത്തിനായി ജൈവ കുമിൾനാശിനി പ്രയോഗിക്കുന്നു. കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്തു പോന്നാൽ കീടബാധ നന്നെ കുറയുമെന്നുമാണ് മമ്മദ് കുട്ടിക്ക് പറയാനുള്ള നാട്ടറിവ്. ജൈവ കൃഷിയാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഉൽപ്പാദനം കുറഞ്ഞിട്ടൊന്നുമില്ല ജൈവ ആയതുകൊണ്ട്. പിന്നെ കോഴിവളം, വെണ്ണീര്, നാടൻ വെണ്ണീര്, ചാണകപ്പൊടി ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ പിന്നെ ഈ സുഡോമോൺസ് എന്ന് പറഞ്ഞൊരു കുമിൾനാശിനി ഉപയോഗിക്കുന്നുണ്ട്.
വേറെ അങ്ങനത്തെ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീടങ്ങളെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോഴാണ് കീടങ്ങളെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ജൈവ പച്ചക്കറി ഇനങ്ങൾ കുമിഞ്ഞുകൂടുന്ന മമ്മദ് കുട്ടിയുടെ പാടത്തേക്ക് VFPCKയുടെ ഉദ്യോഗസ്ഥർ എത്തി നല്ല വില നൽകി വാങ്ങാൻ തയ്യാറാകുമ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന ഈ പാരമ്പര്യ കർഷകന്റെ ഹൃദയത്തിലും പെരുത്ത സന്തോഷം. ഇപ്പം നിലവിൽ 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. തലക്കത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥലമാണ് അത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മെമ്പർമാരും എല്ലാം കൂടെ സഹകരിച്ച് അങ്ങനെ കൃഷിഭൂമിയുണ്ട്, തരിശുഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പം അതിൽ പച്ചക്കറി കൃഷി ചെയ്യാണ്. കാര്യമായിട്ട് പിന്നെ പ്രവർത്തിക്കുന്നത് VFCK അതിൽ നമ്മൾ ഉണ്ടാക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ ഒട്ടുമുക്കാലും VFCK കൂടിയാണ് വിറ്റ് ചെലവാക്കുന്നത്. കച്ചവടക്കാർ നമ്മൾ നോക്കി തെരഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല. അത് VFCKന്റെ അവിടെ ജീവനക്കാർ തന്നെ എവിടെയാണോ കച്ചവടക്കാരുള്ളത് നോക്കി പിടിച്ചിട്ട് നമ്മൾ VFCKന്റെ അവിടെ ഷോപ്പിലെത്തിച്ചാൽ മതി, അവർ വിറ്റ് ചെലവാക്കിയോളൂ. നമുക്കതിൽ ഏറ്റവും ലാഭം തന്നെയാണ്. ആദ്യകാലത്തൊക്കെ നമ്മൾ കച്ചവടക്കാരെ നോക്കിയിട്ട് പോകേണ്ടി. ഇപ്പോൾ അതേ സ്ഥാനത്ത് VFCKന്റെ കീഴിലാകുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു നോക്കുന്നുണ്ട്. കഴിഞ്ഞ 22 വർഷമായി കോഴിക്കോട് ജില്ലയിലെ എടക്കര സ്വാശ്രയ കർഷക സമിതിക്ക് കീഴിൽ പച്ചക്കറി കൃഷി ചെയ്തു പോരുന്ന ജൈവ കർഷകനാണ് കൃഷ്ണദാസ്. കാർഷിക പാരമ്പര്യം കൈമുതലായുള്ള ഈ കർഷകൻ 2 ഏക്കറിലേറെ വരുന്ന സ്ഥലത്താണ് കുമ്പളം, വെണ്ട തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യുന്നത്. 1 ഏക്കർ വരുന്ന സ്ഥലത്ത് പപ്പായയും കൃഷി ചെയ്യുന്നു. മൈസൂരിൽ നിന്നും എത്തിച്ച റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ വളരെ സമൃദ്ധമായി തന്നെ ഇവിടെ വളരുന്നു. ഒരേക്കറിലേറെ വരുന്ന സ്ഥലത്ത് നേന്ത്രവാഴ കൃഷിയും കൃഷ്ണദാസിനുണ്ട്. തന്റെ ഇന്നത്തെ കാർഷിക വിജയത്തിന് പിന്നിൽ VFPCKയുടെ സഹായം ഒന്നു മാത്രമെന്ന് പറയുമ്പോൾ ഈ കർഷകനും തികഞ്ഞ ചാരിതാർത്ഥ്യം. 10-22 വർഷമായി ഞാൻ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് എങ്ങനെയാ വെച്ചാൽ വിപണി എന്നെ കണ്ടെത്തി. എങ്ങനെയാ വെച്ചാൽ വിപണി ഇപ്പം ഒരു 5-10 വർഷമായിട്ട് ഇപ്പം ഈ VFCKന്റെ ഇതിൽ കൂടിയാണ് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ കൊടുത്തു പോരുന്നത്. അപ്പോൾ അത് ഒരു കമ്മീഷൻ വ്യവസ്ഥയൊന്നുമില്ല. അപ്പോൾ അതേ സ്ഥാനത്ത് ഇതിന്റെ മുൻകാലങ്ങളിൽ പാളയം പച്ചക്കറി മാർക്കറ്റിലായാലും പച്ചക്കറി കൊടുക്കൽ അത് ഇത് പകുതിയും 50% നമുക്കും 50% അവർക്കും ഉള്ള ഒരു ഇതിൽ കൂടിയാണ് കിട്ടില്ല. അത് കിട്ടാത്തൊരു പരിസ്ഥിതിയാണ്. അപ്പോൾ അതിനെക്കൊണ്ട് VFCK വന്നതിന് ശേഷം അത് VFCKക്കാണ് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കൊടുക്കൽ. അത് ന്യായമായിട്ടുള്ള വില അത് അവർ മാർക്കറ്റിന്റെ ആ റേറ്റിൽ നമുക്ക് കിട്ടലുണ്ട്. അതിൽ ₹1 സബ്സിഡി ആയിട്ട് കർഷകർക്ക് കിട്ടിപ്പോരുന്നതാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ചാർജ് വെച്ചാൽ വലിയൊരു പൈസ വരുന്നില്ല. സ്വന്തം വാഹനത്തിൽ അല്ലെങ്കിൽ അതിൽ കൊണ്ടുവരാനുള്ള സംവിധാനം വെച്ചുകൊണ്ട് ഇവിടെ ഇറക്കാനുള്ള ആ കൂലിയും വരുന്നില്ല. അപ്പോൾ അതിൽ ഒരു ഇടനിലക്കാരൻ എന്നുള്ള ഇതില്ല. അപ്പോൾ ഞാനിപ്പോൾ കൃഷി ചെയ്ത് പോരുന്നത് 2 ഏക്കർ പച്ചക്കറി ഉണ്ട്, പിന്നെ 1 ഏക്കർ റെഡ് ലേഡി വെച്ചാൽ പപ്പായ കൃഷി, പിന്നെ 1 ഏക്കർ സ്ഥലത്ത് നേന്ത്രവാഴ കൃഷി. അപ്പോൾ അത് ചെയ്തു പോരുന്നതാണ്. അപ്പം പിന്നെ തെങ്ങ് കൃഷിയുണ്ട്. കോഴിക്കോട് VFPCKയുടെ കീഴിലെ മറ്റൊരു സ്വാശ്രയ കർഷക സമിതി അംഗമായ MK രാജൻ കഴിഞ്ഞ 20 വർഷമായി പച്ചക്കറി ഇനങ്ങൾ, വാഴ എന്നിവ വൻതോതിൽ തന്നെ കൃഷി ചെയ്തു വരുന്നു. പയർ, സലാഡ് വെള്ളരി, കുമ്പളം, മത്തൻ, വെണ്ട തുടങ്ങിയവ മികച്ച ആദായം തന്നെ രാജനേകുമ്പോൾ വിവിധ ഇനത്തിൽപ്പെട്ട വാഴകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും ചെറുതല്ല. മധ്യവർത്തികളുടെ ഇടപെടലുകളില്ലാതെ VFPCK വാഴ വിപണനം നടത്തുന്നതിനാൽ കാർഷിക ജീവിതം പിന്തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഈ കോഴിക്കോടൻ കർഷകന്റെ ദൃഢനിശ്ചയം. 20 വർഷമായി കൃഷി ചെയ്യുന്നു. ഇപ്പോൾ ഒരു 4 ഏക്കർ കൃഷിയുണ്ട്. അതിൽ നേന്ത്രവാഴയുണ്ട്, പിന്നെ പാവലുണ്ട്, ഇളവൻ, മത്തൻ, വെള്ളരി, കക്കിരി, പയർ, പച്ചക്കറിയൊക്കെ ഉണ്ട്. അത് സ്വാശ്രയ സംഘത്തിലെ മെമ്പറാണ്. അപ്പോൾ ഇവിടെയാണ്
VFPCക്കാണ് കൊടുക്കുന്നത്. സസ്യ എന്ന പേരിൽ 10 പഴം പച്ചക്കറി വിൽപ്പനശാലകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നു. ഈ വിൽപ്പനശാലകളിലൂടെ കഴിഞ്ഞ വർഷം വിറ്റുപോയത് 3200 ടണ്ണോളം പഴം പച്ചക്കറി ഇനങ്ങളാണ്. ഇതിലൂടെ ലഭിച്ച തുക 7.5 കോടിയിലേറെയും. VFPCKയുടെ സസ്യ എന്ന പഴം പച്ചക്കറി വിൽപ്പനശാല ഇന്നേറെ ജനപ്രിയമായിരിക്കുന്നു. VFPCK കർഷകരിൽ നിന്നും നേരിട്ടെടുക്കുന്ന പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്ന സസ്യ വഴി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു. ജൈവ ഉൽപ്പന്നങ്ങളുടെ പേരും ന്യായമായ വിലയും പ്രദർശിപ്പിച്ച് നടത്തുന്ന ഈ വിൽപ്പനയിൽ ആവശ്യക്കാരും ധാരാളം. പഴപച്ചക്കറി ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനായി സസ്യ വിപണനശാലകളും കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിൽ നിലവിൽ 10 വിൽപ്പനശാലകൾ സസ്യ എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇതിലൂടെ കർഷകർക്ക് അവിടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ പച്ചക്കറികൾ വിവിധ തരം പാക്കറ്റുകളിലാക്കി കട്ട് വെജിറ്റബിൾ എന്ന പേരിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയും ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ വെള്ളന്നൂർ സ്വാശ്രയ കർഷക സമിതിയുടെ സഹായത്തോടുകൂടി അതിനുള്ള പ്ലാന്റ് സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അവിയൽ, സാമ്പാർ, ഉപ്പേരി തുടങ്ങിയ വിവിധ ഗാർഹിക ആവശ്യത്തിനുള്ള വെജിറ്റബിൾ പാക്കറ്റുകൾ മികച്ച രീതിയിൽ CFTR നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് തയ്യാറാക്കി വിപണനം നടത്തുന്നതിനുള്ള സംവിധാനമാണ് വെള്ളന്നൂർ സ്വാശ്രയ സമിതിയുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ളത്. ജൈവ കർഷകരുടെ വിവിധ കാർഷികോൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നതിനൊപ്പം തിരക്കേറിയ ഇന്നത്തെ സാമൂഹിക ജീവിതത്തെ മുന്നിൽ കണ്ട് ഉപഭോക്താക്കളുടെ സമീപത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എത്തിക്കുക എന്നതിനെക്കുറിച്ചും VFPCK ചിന്തിച്ചു. തൽഫലമായാണ് ഫ്രഷ് കട്ട് വെജിറ്റബിൾസ് എന്ന ആശയം ആവിഷ്കരിച്ച് വിജയത്തിലെത്തിക്കാനായത്. വിവിധ കറികൾക്കാവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞ് പാക്ക് ചെയ്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഫ്രഷ് കട്ട് വെജിറ്റബിൾസ്. പ്രത്യേകം തയ്യാറാക്കിയ ഫ്രഷ് കട്ട് വെജിറ്റബിൾ യൂണിറ്റ് ഹാൾ ഏറ്റവും ശുചിയായാണ് സൂക്ഷിക്കുക. പാദങ്ങൾ വൃത്തിയാക്കി യൂണിറ്റിനകത്തേക്ക് പ്രവേശിക്കുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള കട്ടിംഗ് തൊഴിലാളികൾ പ്രത്യേക യൂണിഫോം അണിഞ്ഞ് കൈകളിൽ ഗ്ലൗസും ശിരസിലും മുഖത്തും മാസ്കുകളും അണിഞ്ഞാണ് കട്ടിംഗ് ജോലിയിലേക്ക് കടക്കുക. VFPCK കർഷകരിൽ നിന്ന് വാങ്ങിയ ജൈവ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ 20 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലിലിറ്റർ വിനീഗർ ഒഴിച്ച ലായനിയിൽ കഴുകിയ ശേഷം പിന്നീട് ശുദ്ധജലത്തിൽ പലതവണ കഴുകിയെടുത്താണ് അരിയൽ യൂണിറ്റിലേക്ക് എത്തിക്കുക. സാമ്പാർ, അവിയൽ, കുറുമ, തോരൻ, മെഴുക്കുവരട്ടി എന്നിങ്ങനെ 10 കറി ഇനങ്ങൾക്കായാണ് പച്ചക്കറികൾ അരിഞ്ഞെടുക്കുക. സാമ്പാർ, അവിയൽ വിഭവങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾക്ക് പുറമെ തോരൻ വിഭവങ്ങൾക്കായി ചീര, കാരറ്റ്, കാബേജ്, പയർ തുടങ്ങിയവയും ഉപയോഗിക്കുന്നു. ജില്ലയിൽ വാഴ കർഷകർ ഏറെ ഉള്ളതിനാൽ ഔഷധ ഗുണമർന്ന വാഴക്കൂമ്പ് തോരനും വാഴപ്പിണ്ടി കറികൾക്കും ആവശ്യമായ ഒരുക്കലും ഇവിടെ ഏറെ പ്രത്യേകതയോടെ നടക്കുന്നു. കർഷകരിൽ നിന്ന് പച്ചക്കറികൾ സംഭരിച്ച് കീടനാശിനി വിമുക്തമാക്കി കട്ട് ചെയ്ത് ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിലാക്കി ഈസി ടു കുക്ക്, റെഡി ടു കുക്ക്, ഈസി ടു പാക്ക് എന്ന രീതിയിൽ നമ്മൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ IAM, NIT, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാടൻ ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്ത് അവരുടെ ആവശ്യമനുസരിച്ച് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഈ പദ്ധതി നമ്മൾ ഒരു ദിവസം 200ഓളം പാക്കുകൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചക്കറികൾക്ക് പുറമെ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച പഴം നമ്മൾ പാക്ക് ചെയ്ത് ഉപഭോക്താക്കൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ കറിയിനങ്ങളും 400 ഗ്രാം വീതമുള്ള പാക്കറ്റുകളിലാക്കി തരംതിരിക്കുന്നു. ഓരോ പാക്കറ്റുകളിലും അതിലുള്ള പച്ചക്കറി ഇനങ്ങൾ ഏതെന്നും ഏത് കറിക്കുള്ളതാണെന്നും രേഖപ്പെടുത്തിയിരിക്കും. കറി വയ്ക്കാൻ പാകമാക്കി അരിഞ്ഞ് പാക്ക് ചെയ്ത ഈ ശുദ്ധ പച്ചക്കറികൾ രാവിലെ തന്നെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ തയ്യാറാക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ വിവിധ ഫ്ളാറ്റുകൾ, സർക്കാർ ഓഫീസുകൾ,
റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് വാഹനത്തിലെത്തിക്കുന്ന ഈ ഇൻസ്റ്റന്റ് ജൈവ പച്ചക്കറി പാക്കറ്റുകൾ ഏറെ പ്രിയത്തോടെ വിറ്റുപോകുന്നു. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്വാശ്രയ കർഷക സമിതികളുടെ കൂട്ടായ്മയായ ജില്ലാ കൺസോർഷ്യത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ വെള്ളനൂർ സ്വാശ്രയ കർഷക സമിതിയിൽ കട്ട് വെജിറ്റബിളിന്റെ യൂണിറ്റ് ആരംഭിച്ചതും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുഖേന കർഷകരുടെ പച്ചക്കറികൾ വിഷമയമല്ലാത്തത് സംരംഭിച്ചിട്ട് സമാഹരിച്ചെടുത്തുകൊണ്ട് ഇവിടെ നിന്നും വൃത്തിയാക്കി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ഇതിലൂടെ നടക്കുന്നത്. ഇതുമൂലം കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില വാങ്ങിക്കൊടുക്കുവാനും അതേപോലെ ഉപഭോക്താക്കൾക്ക് വിഷമയമല്ലാത്ത പച്ചക്കറികൾ എത്തിച്ചു കൊടുക്കുന്നതിനും അവരുടെ സാമ്പത്തിക മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി സാധിക്കുന്നുണ്ട്. ആഴ്ചതോറും 3 ദിവസങ്ങളിലാണ് ഫ്രഷ് കട്ട് വെജിറ്റബിൾ യൂണിറ്റ് പ്രവർത്തിക്കുക. കർഷകരിൽ നിന്നും ജൈവ കൃഷി വിളകൾ എടുക്കുന്നതിനൊപ്പം സ്വന്തമായി ഉൽപാദനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പോളി ഹൌസ് തയ്യാറാക്കുന്ന തിരക്കിലാണ് ജില്ലയിലെ പല സ്വാശ്രയ കർഷക സമിതികളും. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കീടനാശിമുക്തമായ പച്ചക്കറികൾ, ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ കട്ട് വെജിറ്റബിൾസായി ലഭ്യമാക്കുന്നതിൽ വളരെയധികം താല്പര്യമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രവർത്തനം 14 ജില്ലകളിലും വ്യാപിപ്പിക്കുന്നതിന് കൗൺസിൽ ലക്ഷ്യമിടുന്നുണ്ട്. വരും വർഷങ്ങളിൽ തൃശൂർ, കൊല്ലം കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ കൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിഷലിപ്തമായ പച്ചക്കറി ഇനങ്ങളെ അകറ്റി സംശുദ്ധമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളെ അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. ഫ്രഷ് കട്ട് വെജിറ്റബിൾ യൂണിറ്റ് പോലുള്ള ലളിതവും നൂതനവുമായ പദ്ധതി പരിപാടികൾ കൂടുതൽ ജനകീയമായി കൊണ്ടിരിക്കവേ നമ്മുടെ പച്ചക്കറി ഉപഭോഗ സംസ്കാരത്തിൽ അത് ഒരു വലിയ വഴിത്തിരിവ് തന്നെ സൃഷ്ടിക്കാതിരിക്കില്ല.